അയച്ചു തന്നെ. അപ്പം സെറ്റ് നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. ഏത് 60 Pro Max. വാവ്. അപ്പം പിന്നെ 8GB RAM, 512 സ്റ്റോറേജ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, വേറെ ഫോൺ കൊടുത്തോളാം. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എത്ര രൂപ അതിന് കൊടുക്കാൻ പറ്റും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് വേറൊരു ഫോൺ തരുമെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഫോൺ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീഡിയോ അയച്ചു തന്നെ. അപ്പം സെറ്റ് നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. ഏത് 60 Pro Max. വാവ്. അപ്പം പിന്നെ നമ്മളെ ചാനൽ പേഴ്സിന് ആർക്കെങ്കിലും, ഞാനല്ലല്ലോ ഈ ഫോണുകൾ വാങ്ങുന്നത്, നിങ്ങളാണ് വാങ്ങുന്നത്. എനിക്കിപ്പം ഒരാൾ ഓർഡർ ഓക്കെ ആണെങ്കിലും അത് ഞാൻ അടുത്ത ആൾ കിട്ടുകൊടുത്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കമ്മീഷൻ, ബ്രോക്കർ ഫീസ് അല്ലേ, അപ്പോൾ ചെറിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഫോണൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്താണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. നിങ്ങളിവിടെ കണ്ടു നോക്ക് ഫോൺ. അപ്പോൾ നമുക്ക് അത് ഏത് ഫോണാണ്? 16 Pro Max വെറൈറ്റി ആണ്, 16 Pro Max. അപ്പോൾ നമുക്കതൊന്ന് കണ്ടോ. 512 സ്റ്റോറേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഞാൻ പുള്ളിയുടെ പറഞ്ഞത് വീഡിയോ ഇടും. ഓക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്തോ എങ്ങനെ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾ വേറെ ഫോൺ തരാം. കണ്ടു നോക്കാം. നമുക്ക് വാട്സപ്പ് വഴിയാണ് എനിക്ക് ചാറ്റിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ വാട്സപ്പിൽ അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം. കണ്ടില്ലേ, ഐഫോൺ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഐഫോൺ 16 Pro Max. നമുക്ക് മോഡലൊന്നും പറയുന്നില്ല, കണ്ടു. ആ ക്യാമറ ഉണ്ടല്ലേ, ഡിസ്പ്ലേയുടെ നടുക്കാണ് ആ ക്യാമറ വരുന്നത്. അത് നല്ലൊരു ഭംഗിയുണ്ട്. ഐഫോണിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട്. ക്യാമറ ബട്ടൺ മോഡലാണ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ, ക്യാമറയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. സൂമിംഗ് ഒന്നും കാണിച്ചെന്നില്ല. സൂമിങ് ക്വാളിറ്റി ഒന്നും വലിയായിട്ട് കാണൂല. യൂട്യൂബ്, പക്ഷെ ക്യാമറ കൊള്ളാം അല്ലേ. സെൽഫി ക്യാം പൊളിയായിട്ടിരിക്കുന്നു. യൂട്യൂബ് ഫോട്ടോ കണ്ടോ, നമ്മളെ ചാനലൊക്കെ ചങ്കാണ് കേട്ടോ, ചങ്ക് സബ്സ്ക്രൈബർ. ഐഫോണിൻ്റെ ലോഗോ, ഐഫോണിൻ്റെ മറ്റേ ഈ വോളിയം കൂട്ടുന്നതല്ലേ, സെയിം ഐഫോണിൻ്റെ തന്നെയാണ്. ഒരു കിടിലം പൗച്ച് ഉണ്ട് കേട്ടോ, ക്രിസ്റ്റൽ പൗച്ച്. കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു വാങ്ങിയിട്ട്. ഒരു യെല്ലോ ഷെയ്ഡൊക്കെ അടിച്ച് ക്രിസ്റ്റൽ പൗച്ച്. ഇനി ഒരു വീഡിയോ ഉണ്ടേ, നമുക്ക് അതുകൂടെ കണ്ടിടാം. ഇനി ഇതിൻ്റെ മോഡൽ നമ്പർ ഇതൊക്കെ അല്ലേ നോക്കാനുള്ളത്. ഇതൊക്കെ ആൻഡ്രോയിഡിൻ്റെ ഇതല്ലേ, ഇതൊക്കെ ആൻഡ്രോയിഡിൻ്റെയാണ്, ഐഫോണിൻ്റെ അല്ല. ഈ കാണുന്ന സെറ്റിങ്സിൻ്റെ ഇത് മൊത്തവും സാംസങ്ങിൻ്റെ ഒരു ലോ സെറ്റിങ്സാണ് കാണിക്കുന്നത്. 8GB RAM, 512 സ്റ്റോറേജ്. ആൻഡ്രോയിഡ് 12 കേട്ടോ, വെർഷൻ 12. അതൊരു വലിയൊരു കുറവാണ്. ഇത്രയും സെറ്റപ്പായിട്ട് വന്നിട്ട് വെർഷൻ 12 ആയി കളഞ്ഞു, സോഫ്റ്റ്വെയർ വെർഷൻ. അത് വലിയൊരു കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വാട്സപ്പ്, ഗൂഗിൾ പേ എല്ലാം ഉപയോഗിക്കാം. ഞാനും 12 ഇതെല്ലാം ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് കുറച്ച് കണ്ടല്ലോ, നല്ല സ്ലോ ഉണ്ട് അല്ലേ സാധനം. അല്ല ലോടെ വരാൻ 8GB RAM കണ്ടില്ലേ. 8GB RAM ആയിട്ട് അടിക്കുന്ന അടിയാ വരുന്നില്ല. പക്ഷെ കോപ്പി സാധനമാണ് ഐഫോൺ. കണ്ടാറിനൂടെ ഇനി ഞാൻ ഇതിൻ്റെ അടുത്ത് പറയണത്. അപ്പം സാധനം നല്ലതാണ്, ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ഐഫോൺ സാംസങ് S25 Ultra ചെയ്തതുപോലുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഞാൻ ചാനൽ കണ്ട് വിളിച്ചതാണ്. സബ്സ്ക്രൈബറാണ്, ചങ്ക് സബ്സ്ക്രൈബർ. വെറും സബ്സ്ക്രൈബർ അല്ലേ, നമ്മൾ ചങ്ക് സബ്സ്ക്രൈബറാണ്. അപ്പം എക്സ്ചേഞ്ച് ചെയ്യാനാണ് പുള്ളിക്ക് താല്പര്യം. അപ്പോൾ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഞാൻ ആ എമൗണ്ട് പുള്ളിയുടെ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്താറ് ഫോണും കൊടുത്തോളാം. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എത്ര രൂപ അതിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഞാനത് പുള്ളിയുടെ പറഞ്ഞാൽ പുള്ളി കാണും. വാട്സപ്പ് കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചത് ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സംസാരിച്ച് ഡീൽ ചെയ്തോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട്, ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ എടുത്ത് വീഡിയോ കാണിച്ചത്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഈ കയ്യിൽ കിട്ടണം. സ്ഥലമൊന്നും ചോദിച്ചില്ല എവിടെയാണ്, കൺട്രോളർ നിങ്ങളുടെ എടുത്തിട്ടത് ഇവിടെ ആയിരിക്കില്ല, എന്നാലും എറണാകുളമോ മലപ്പുറമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമില്ലാതെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് അയച്ചു തന്നവരുണ്ട്, ഒരുപാട് അയച്ചു തന്നെ കേട്ടോ. അപ്പം അതാ ഇന്നലെ 700 രൂപയ്ക്ക് ഫോൺ കൊടുത്തറിയാം, 700 രൂപയ്ക്ക്. പുള്ളി പാവപ്പെട്ട വ്യക്തി. പുള്ളി ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ നോക്കി. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്.
അപ്പോൾ എറണാകുളത്ത് നിന്ന് വന്നതാണ്. എറണാകുളത്ത് നിന്ന് വന്നിട്ട് മെഡിക്കൽ കോളേജ്, നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിറ്റാണ്. അച്ഛൻ കുറച്ച് സീരിയസ് ആണ്. അങ്ങനെ ഞാൻ 1000 രൂപ വന്ന് കയറിയപ്പോൾ ഞാൻ 1000 രൂപ പറഞ്ഞു. ഒരു ഫോൺ ഉണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ 1000 രൂപയാണ് എന്ന് പറഞ്ഞു കൊടുത്തേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ ഈ ഇപ്പോൾ ഇല്ല, ഹോസ്പിറ്റലിൽ ഒരുപാട് ചിലവായി, പിന്നെ അവിടെ റൂം ചിലവായി, പിന്നെ ഫുഡ്, അത് ഇത് പറഞ്ഞ് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിങ്ങനെ വന്നതല്ലേ, ഞാൻ വാങ്ങിച്ച പൈസ ഞാൻ 700 രൂപയ്ക്ക് വാങ്ങിച്ച് ആ പൈസയ്ക്ക് തന്നെ അത് കൊടുത്ത് വിട്ടു. അപ്പോൾ അത് പോയി. അപ്പോൾ പിന്നെ ഇനി 2 രൂപ മുതലൊക്കെ എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അയച്ചൊക്കെ തന്നാൽ ഞാൻ നമ്മൾ ആ വിഷ്വൽസ് ആരെങ്കിലുമൊക്കെ വരും, ഒരുപാട് വരുന്നുണ്ട്. ഡിസ്പ്ലേ മാറ്റുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.